الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. 25ഓളം പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പരാമർശിക്കുന്നത്. അവരുടെ ചരിത്രങ്ങൾ പറയുന്നിടത്ത് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിന്റെ നാൾവഴികൾ ക്രമത്തോടുകൂടെ പറഞ്ഞ് ചരിത്രം പഠിപ്പിക്കുന്ന രീതിയല്ല പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത്. ഏറെക്കുറെ തുടക്കം മുതൽ അവസാനം വരെ ഒരു പ്രവാചകന്റെ ചരിത്രം എന്ന നിലയ്ക്ക് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ്. അല്ലാതെ പരാമർശിക്കപ്പെട്ട ചരിത്രങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിന് ആ പ്രവാചകനിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിൽ എന്താണോ ശ്രദ്ധിപ്പിക്കാനുള്ളത്, ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പഠിക്കാനുള്ളത് എന്താണോ അത് മാത്രമാണ് ചരിത്രം എന്ന നിലയിൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത്. നമ്മൾ ഒരാളുടെ ചരിത്രം പറയുമ്പോ, വായിക്കുമ്പോ, എഴുതുമ്പോ, കേൾക്കുമ്പോ, രചിക്കുമ്പോ, ഒരാൾ ജനിച്ച നാട്, ജനിച്ച വർഷം, മരണപ്പെട്ട നാട്, മരണപ്പെട്ട ദിവസം, ജീവചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതൊക്കെ അതുണ്ടാവും. ആരുടെയൊക്കെ ജീവചരിത്രങ്ങൾ ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ജനിച്ച ദിവസവും ജനിച്ച സ്ഥലവും മരണപ്പെട്ട ദിവസവും മരണപ്പെട്ട സ്ഥലവും ഒക്കെ പരാമർശിക്കും. പക്ഷെ പ്രവാചകന്മാർ, ഖുർആൻ പറഞ്ഞ പ്രവാചകന്മാർ, അവരിൽ നിന്ന് ലോകത്തിന് കിട്ടാനുള്ള പാഠം എന്താണോ, പരിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് മുഴുവൻ കേൾപ്പിക്കാനുള്ള സന്ദേശം എന്താണോ അത് മാത്രമാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എവിടെ വെച്ചാണ് മരണപ്പെട്ടത് ഖുർആൻ മറുപടി പറയില്ല. ഖുർആനിൽ അതില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എവിടെയാണ്, ആരുടെ മകനാണ്, പരിശുദ്ധ ഖുർആനിൽ അതില്ല. ചരിത്രം പഠിപ്പിക്കുക എന്നത് ഖുർആനിന്റെ ലക്ഷ്യമല്ല. ഖുർആനിൽ ചരിത്രമുണ്ട്. എന്തിനാണ് ഖുർആൻ ചരിത്രം പറയുന്നത്? പരിശുദ്ധ ഖുർആൻ ചരിത്രം പറഞ്ഞിടത്തൊക്കെ എവിടെയെല്ലാം ഖുർആൻ ചരിത്രം പറഞ്ഞോ അവിടെയെല്ലാം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിലെ പ്രബോധനത്തിന്റെ ചരിത്രമാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
മറ്റുള്ള ആളുകൾക്ക് അവർ ഇസ്ലാമിക സന്ദേശം എത്തിച്ചതിന്റെ ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ അവരെപ്പറ്റി പരാമർശിക്കുന്നത്. ഇസ്ലാമിക സന്ദേശം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന, നേരിടേണ്ടി വന്ന, തരണം ചെയ്യേണ്ടി വന്ന, അതിജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, അബ്രഹാം പ്രവാചകൻ. ലോകത്ത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു നാമമാണ്. ചരിത്രാതീത കാലത്ത് ജീവിച്ച ഒരാൾ, ചരിത്രത്തിന്റെ രേഖപ്പെടുത്തപ്പെട്ട ഏടുകളിൽ എവിടെയും പരാമർശിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ, ആ വ്യക്തി പരാമർശിക്കപ്പെട്ടിട്ടില്ലെന്നല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടം തന്നെ ചരിത്രത്തിൽ എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു കാലത്ത് ജീവിച്ച ഒരാൾ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാട്ടുകാരോടും ജനങ്ങളോടും സംസാരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ചരിത്രമായി വത്ലു അലൈഹിം, അവരുടെ മേൽ താങ്കൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ പറയാണ്, താങ്കൾ അവരുടെ മേൽ ജനങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുക. നബ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ വൃത്താന്തം അവരെ നീ ഓതിക്കേൾപ്പിക്കുക. ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ തഅബുദൂൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിച്ചത്, ജീവിച്ചത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പലായനം ചെയ്തത്, ഒരുപാട് ഹൃദയസ്പർക്കായ ചരിത്രങ്ങളുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ പറ്റി പറയുമ്പോൾ സൂറത്ത് ശുഅറയിൽ 69 ആയത്ത് മുതൽ ഖുർആൻ പറയാണ്, ഇബ്രാഹിം നബിയെ കുറിച്ച് നീ അവർക്ക് ഓതിക്കേൾപ്പിക്കുക. അദ്ദേഹം ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി, അദ്ദേഹം തന്റെ നാട്ടുകാരോടും തന്റെ പിതാവിനോടും കുടുംബത്തോടും നേർക്ക് നേരെ പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്ത പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, മാ തഅബുദൂൻ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് ചോദിച്ചു, തന്റെ കാലഘട്ടത്തിലെ പിതാവിനോട് ചോദിച്ചു, ഭരണാധികാരിയോട് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ നിന്നിട്ട് മുസ്ലിം ഉമ്മത്തിനോട് കേരളത്തിൽ നിന്ന് ചോദിക്കുന്നത് പോലെ സങ്കല്പിക്കുക ആ ചോദ്യങ്ങളെ. നമ്മുടെ വീട്ടിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നത് പോലെ എടപ്പാളങ്ങാടിയിൽ ഇറങ്ങി നിന്നിട്ട് ഈ കേൾക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക. അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാപ്പയോടും അദ്ദേഹത്തിന്റെ ജനതയോടും ചോദിച്ചു, മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് നിങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ ഭജനമിരിക്കുന്നതും ഞങ്ങൾ ആരാധിക്കുന്നതൊക്കെ ഈ വിഗ്രഹങ്ങളെയാണ്, ഈ ബിംബങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാല ഹൽ യസ്മഊനകും ഇദ് തദഊൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, നിങ്ങൾ അവരെ വിളിക്കുമ്പോ, നിങ്ങൾ അവരോട് പ്രയാസം പറയുമ്പോ, നിങ്ങൾ അവരോട് സങ്കടം പറയുമ്പോ, നിങ്ങൾ അവരോട് തേടുമ്പോ, നിങ്ങൾ അവരുടെ നേരെ കൈകൾ ഉയർത്തുമ്പോ അവരത് കേൾക്കുമോ? വിഗ്രഹങ്ങൾ കേൾക്കുമോ? ഈ ബിംബങ്ങളൊക്കെ കേൾക്കുമോ? നിങ്ങളുടെ വിളി കേൾക്കുമോ? നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, ഇവരോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടാവോ? ഇതിനെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപദ്രവങ്ങളെ തൊട്ടവ തടയുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? കോട്ടങ്ങൾ വരുന്നതിനെ തൊട്ടവർ പ്രതിരോധിക്കുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്. ഖാലു, അവർ പറഞ്ഞു. ഈ ഉത്തരം ചരിത്രാതീത കാലത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് ഓതിക്കേൾപ്പിക്കുമ്പോ അവിടെയുള്ള ആളുകൾക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കുറിച്ച് കേട്ട പരിചയമല്ലാതെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം അവരുടെ മുമ്പിലില്ല. ആ ജനത, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജനത, നൂറ്റാണ്ടുകൾക്കപ്പുറം, അനേകം നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച ഒരു ജനത. അവരോട് കാണാനും കേൾക്കാനും ഉപകാരം ചെയ്യാനും ഉപദ്രവിക്കാനും ഒന്നും കഴിയാത്തതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഖാലു, അവർ പറഞ്ഞു, ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഈ ഉത്തരമാണ് വിശ്വാസരംഗത്ത് അബദ്ധങ്ങൾ സംഭവിച്ച, തെറ്റുകൾ സംഭവിച്ച, പഴച്ചുപോയ ആളുകൾക്ക് എല്ലാ കാലങ്ങളിലും പറയാനുള്ള ഉത്തരതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, അവർക്ക് പറയാൻ മറ്റു മറുപടികളൊന്നും ഇല്ലാതെ വന്നപ്പോ ഒരു ബിംബം കേൾക്കുമോ, കാണുമോ, ഉപകാരം ചെയ്യുമോ, ഉപദ്രവം തടുക്കുമോ,
സഹായിക്കുമോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത് എന്ന് പ്രവാചകനായ പ്രബോധകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നിന്ന് അവരോട് നേർക്ക് നേരെ ചോദ്യമുന്നയിച്ചപ്പോ അവർക്ക് കാണും, കേൾക്കും, ഉപകാരം കിട്ടും, ഉപദ്രവം തടയും, ഇതൊന്നും അവർ വാദിക്കുന്നില്ല. പിന്നെ എന്താ നിങ്ങൾ ഞാൻ ചെയ്യുന്നത്? വജദിന, ഞങ്ങളിത് കണ്ടത്, ഞങ്ങളിത് പഠിച്ചത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് വജദിന ആബാന കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ വാപ്പാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ഞങ്ങളുടെയൊക്കെ വാപ്പാര് ബിംബങ്ങളെ ആരാധിച്ച് വിഗ്രഹങ്ങളെ ആരാധിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കഴിഞ്ഞു. അവരുടെ മക്കളാണ് ഞങ്ങളത് ചെയ്യുന്നുള്ളൂ. ഇതേ വാദമാണ്, ഇതേ വാചകമാണ് വിശ്വാസരംഗത്ത് അബദ്ധം പറ്റിയ നമ്മൾ ജീവിക്കുന്ന കാലത്തെ ആളുകളും ജാറങ്ങളിലോ ദർഗകളിലോ പോകുന്ന ആളുകൾ. നമ്മൾ പറയാണ് മരണപ്പെട്ട ഒരാൾ കേൾക്കുമോ? ജാറത്ത് കിടന്നിട്ട് ഉത്തരം തരാൻ കഴിയുമോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമോ? നിങ്ങളെ സഹായിക്കുമോ? നിങ്ങളുടെ ഉപദ്രവം തടുക്കുമോ? മമ്പ്രത്തെ തങ്ങളെന്ന് വിളിക്കുമ്പോ, ബദരീങ്ങളെന്ന് വിളിക്കുമ്പോ അവരൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോ ആളുകൾ എന്താ ഉത്തരം പറയാ? വജദ്നാ അലൈഹി ആബാഅനാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ പറഞ്ഞ ഉത്തരമാണ് നമ്മുടെ കാലഘട്ടത്തിലെ വിശ്വാസം പഴച്ച ആളുകൾ, വിശ്വാസരംഗത്ത് ഗുരുതരമായ ജീർണതകൾ ബാധിച്ച ആളുകൾ വർത്തമാനകാലത്ത് അതേ വാക്കാണ് പറയുക, അതേ പദങ്ങളാണ് അവർ ഉപയോഗിക്കുക. വജദിന, ഞങ്ങൾ കണ്ടത്, ആബാന, ഞങ്ങളുടെ വാപ്പൂപ്പമാർ, കദാലിക യഫ്അലൂൻ, അപ്രകാരം പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവയെ ആരാധിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ അവയെ പൂജിക്കുന്നത് എന്നാണ് അവർ മറുപടി പറയുക. വജദ്നാ ആബാഅന കദാലിക യഫ്അലൂൻ ഖാല ഫറഅയ്തും മാ കുൻതും തഅബുദൂൻ. നിങ്ങൾ ഈ ആരാധിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ പൂർവികരായ പിതാക്കളും ഫഇന്നഹും അദുവ്വുൻ ലീ, അവരൊക്കെ എനിക്ക് ശത്രുതയുള്ളവരാണ്. എന്തിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് ശത്രുത? എന്തിന്റെ പേരിലാണോ നമ്മൾ ഏറ്റവും അധികം ഇലാസ്തികത സ്വഭാവത്തിൽ പ്രകടിപ്പിക്കുക, ആ കാര്യത്തിലാണ് ഏറ്റവും തീവ്രമായ നിലപാട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വീകരിക്കുന്നത്. ഏറ്റവും കട്ടിയുള്ള പദം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രയോഗിക്കുന്നത് എവിടെയാണോ വളരെ നേർമ്മയോടുകൂടെ നേർത്ത സ്വരത്തിൽ നമ്മൾ എവിടെയാണോ പ്രതികരിക്കുക, അവിടെയാണ് അങ്ങേയറ്റത്തെ കാർക്കശ്യത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംസാരിക്കുന്നത്. അദ്ദേഹം പറയാണ്, അവർ, നിങ്ങളുടെ പൂർവ്വപിതാക്കൾ, ഈ വിഗ്രഹാരാധന ചെയ്യുന്നവർ, കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാത്ത ഇവയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഫഇന്നഹും അദുവ്വുൻ ലീ, ആ പ്രവർത്തനം ചെയ്തു എന്ന കാരണം കൊണ്ട് മാത്രം അവർ എന്റെ ശത്രുപക്ഷത്ത് വരുന്നവരാണ്, എന്റെ എതിരാളികളാണവർ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇല്ലാ റബ്ബൽ ആലമീൻ, ഞാൻ ആരാധിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും എന്റെ കഷ്ടപ്പാടും എന്റെ പ്രയാസവും ഞാൻ പറയുന്നതും അവതരിപ്പിക്കുന്നതും ഞാൻ സഹായം ചോദിക്കുന്നതും എനിക്ക് രക്ഷ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതും എന്നിൽ നിന്ന് ഉപദ്രവങ്ങൾ തടയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ഇത് കറകളഞ്ഞ ശുദ്ധ ഏകദൈവ വിശ്വാസമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൽ കെട്ടിപ്പടുത്ത ദീനാണ്. കാലക്രമത്തിൽ പല കാലങ്ങളിൽ ദീനിലേക്ക് കടന്നുകൂടിയതും കടത്തിക്കൂട്ടിയതും അതിങ്ങനെ വന്ന് ദീനിലുള്ളതേതാണ് ഇല്ലാത്തതേതാണ് എന്ന് വേർതിരിക്കാൻ കഴിയാത്ത വിധം വലിയ വലിയ ആലിമീങ്ങൾ എന്ന് പറയുന്നവർ, വലിയ വലിയ ഉലമാക്കളെന്ന് ജനം കരുതുന്നവർ, അങ്ങനെ പിൻപറ്റുന്നവർ, പിന്തുടരുന്നവർ, ആ രീതിയിൽ ആദരിക്കപ്പെടുന്നവർ, അവരൊക്കെ ഖബറിന്റെ ആളുകളായി, ദർഗകളുടെ ആളുകളായി, മഖ്ബറകളുടെ ആളുകളായി, മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ സമൂഹത്തിൽ കാണാൻ. മുസ്ലിം ഉമ്മത്തിന്റെ ചിഹ്നമായി, അടയാളമായി പള്ളിയെപ്പറ്റി പറയുന്നത് പോലെ ദർഗയെപ്പറ്റി പറയാൻ, അള്ളാഹുവിന്റെ ഭവനങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ ജാറങ്ങളെക്കുറിച്ച് പറയാൻ, മഖ്ബറകളെപ്പറ്റി പറയാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ്. അള്ളാനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെറുതെ വിശ്വസിക്കല്ല, ചില ബോധ്യങ്ങളിൽ നിന്ന്. ആ ബോധ്യങ്ങൾ എന്താണ്, എന്ത് കാരണം കൊണ്ടാണ്? ഞാൻ
സഹായം തേടുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ പടച്ച റബ്ബിനോട് മാത്രമേ ചെയ്യൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നതിന്റെ കാരണം എന്താണ്? ആ കാരണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം താഴെയുള്ള വചനങ്ങൾ ഇങ്ങനെ ഓതിക്കേൾപ്പിക്കുന്നത്. അദ്ദേഹം പറയാൻ, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കുള്ളൂ, പടച്ചോനെന്ന് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. മരണപ്പെട്ടു പോയവരെ ഞാൻ എന്റെ നാവ് കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ബദരീങ്ങളെ എന്ന് ഞാൻ വിളിക്കില്ല, മമ്പറത്തെ തങ്ങളെ എന്ന് ഞാൻ വിളിക്കില്ല എന്നൊരു വിശ്വാസി പറയണം. ഓരോ മുസ്ലിമും അങ്ങനെ പറയണം. മരണപ്പെട്ടു പോയ ഒരാളോടും, ഒരു ജാറത്തോടും, ഒരു ഖബറിനോടും ഞാൻ ഒരിക്കലും ആരാധിക്കില്ല, പ്രാർത്ഥിക്കില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് മാർഗം കാണിക്കുകയും ചെയ്തവൻ. സൃഷ്ടിക്കുകയും മാർഗം കാണിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരീരത്തിന്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് ഹിദായത്ത് നൽകുകയും ചെയ്തവൻ എന്ന് പറയാം. ജീവിതമാർഗം കാണിച്ചു തന്നവൻ എന്നും പറയാം. എങ്ങനെയാണ് നമ്മൾ ജീവിക്കാനുള്ള ഒരു മാർഗം തുറന്നു തന്നവൻ. എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്, ജീവിക്കാനുള്ള വഴി പറഞ്ഞു തന്നവൻ. അത് റബ്ബുൽ ആലമീനാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ മുമ്പിലേ എന്റെ കൈ ഉയർത്തു, അവനോടെ ഞാൻ പ്രാർത്ഥിക്കൂ. എന്റെ ഉപജീവന മാർഗം തുറന്നു തന്നവൻ, എന്റെ ഉപജീവന മാർഗം അടഞ്ഞാൽ അതിന് പകരം മാർഗം കാണിച്ചു തരാൻ കഴിവുള്ളവൻ, എന്നെ രക്ഷപ്പെടുത്തുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ. ഈ വിശ്വാസത്തിൽ നിന്നാണ്, ഈ ബോധ്യത്തിൽ നിന്നാണ്, ഇങ്ങനൊരു ഉറപ്പിൽ നിന്നാണ് ഞാൻ ലോകരക്ഷിതാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപനം നടത്തുന്നത് ലോകത്തോട്. അത് പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. അതൊന്ന് നമുക്കുള്ള പാടെന്താണ്? നമ്മൾക്ക് പഠിക്കാനുള്ള സംഗതി എന്താണ്? നമുക്ക് ഖുർആൻ എത്തിച്ചു തരുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, സഹായം തേടുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ അത് റബ്ബുൽ ആലമീനായ തമ്പുരാനോട്, അള്ളാഹുവിനോട് മാത്രം മതി. കാരണം അവനാണ് നിങ്ങളെ പടച്ചവൻ. കൈകാലുകൾ തന്ന്, അന്നനാളവും ആമാശയും തന്ന്, ശരീരം ഈ രൂപത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനാണ് നിങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നവൻ. ശരിയേതാണ്, തെറ്റേതാണ് എന്ന് പഠിപ്പിക്കുന്നവൻ, നന്മയേതാണ്, തിന്മയേതാണ് എന്ന് പഠിപ്പിക്കുന്നവൻ, നല്ലതേതാണ്, ചീത്തയേതാണ് എന്ന് വേർതിരിച്ചു നൽകുന്നവൻ അവനാണ് നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകുന്നത്. മൂസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിൽ 50-ാമത്തെ സൂക്തത്തിൽ കാണാം, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു, ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും സൃഷ്ടിച്ചവൻ അവനാണ് എന്റെ റബ്ബ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ, എന്നിട്ട് അതിന് ജീവിതമാർഗം കാണിച്ചു കൊടുത്തവൻ. എങ്ങനെയാണ് ജീവിക്കുക എന്ന് മാർഗം കാണിച്ചു കൊടുത്തവൻ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമുക്കൊരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, പോയിട്ട് എന്താണ് ചെയ്യുന്നത്, ചെയ്താൽ എന്താണ് കിട്ടാനുള്ളത്, ആ കിട്ടിയത് കൊണ്ട് എങ്ങനെയാണ് കുടുംബം പോറ്റുക, നമുക്ക് ധാരണകളുണ്ട്. ആ ധാരണകൾ വെച്ചിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പലയിടത്തും പോയി ജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തി വരുമാനമുണ്ടാക്കി വീട്ടിൽ വന്ന മക്കൾക്ക് ആഹാരം നൽകുന്നത്. ചെറിയ ചെറിയ കുരുവികൾ, ചെറിയ ചെറിയ പക്ഷികൾ, നമ്മൾ അവരെ തന്നെ നോക്കി നിൽക്കുമ്പോ ആ പക്ഷികൾ പറയുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. രാവിലെ കൂട്ടുന്നു പോകുമ്പോ എവിടെയെങ്കിലും പറഞ്ഞേൽപ്പിച്ച ആരെങ്കിലും വാഗ്ദാനം ചെയ്ത, ഉറപ്പ് നൽകിയ ഏതെങ്കിലും വിഭവങ്ങൾ തേടിയല്ല ഒട്ടിയ വയറുമായി രാവിലെ അവ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പ്രതീക്ഷയോടുകൂടെ ഇറങ്ങി പുറപ്പെടുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അവർ ഇറങ്ങി പുറപ്പെടുകയാണ്. എന്നിട്ട് അവയുടെ വയറ് നിറച്ച് അവ തിരിച്ചു പോവുകയാണ്. പക്ഷി ലോകത്ത് പട്ടിണി കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും അങ്ങനെ വല്ല പഠനങ്ങളും, ഉറുമ്പുകൾ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും വല്ല പഠനങ്ങളും, ലോകത്ത് ഏതെങ്കിലും ഒരു ജീവി പട്ടിണി കിടന്ന് ആഹാരം കിട്ടാതെ മരണപ്പെടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പഠനങ്ങൾ? സഹോദരങ്ങളെ, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ, നിങ്ങൾ വിളിക്കുമ്പോ, പ്രാർത്ഥിക്കുമ്പോ ഈ ലോകത്തുള്ള കോടാനുകോടി ഉറുമ്പുകൾക്ക് ആഹാരം നൽകുന്ന റബ്ബിനോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങൾ ഖബറിൽ കിടക്കുന്ന ദുർബലനായ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനോട് പറയല്ലേ. ഇതാണ് ദീനുൽ ഇസ്ലാം.
ബദരീങ്ങളെ എന്ന് നിങ്ങൾ വിളിക്കല്ലേ. രാജാതിരാജനായ റബ്ബിനോട് താരതമ്യം ചെയ്യുമ്പോ ബദരീങ്ങൾ ആരാണ്? മമ്പറത്തെ തങ്ങൾ ആരാണ്? മുഹമ്മദ് നബിയെ എന്ന് നിങ്ങൾ വിളിക്കല്ലേ. നബി തങ്ങളെ വാട്സപ്പിൽ നിങ്ങൾ കാണും. ഇന്നും മരിച്ചിട്ടില്ല കേരളത്തിലെ ആ പുരോഹിതൻ നബി തങ്ങളെ എന്ന് വിളിച്ച് പരസ്യമായി പ്രാർത്ഥിക്കുന്നവർ മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, രാജാതിരാജനായ റബ്ബിനോട് പറയേണ്ടത്, ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് നബി തങ്ങളോട് പറയുന്നവർ അങ്ങനെ ആയി ഒരു ഉമ്മത്ത് മാറുകയാണ്. ഒരു സമുദായം മുഴുവൻ അങ്ങനെ മാറുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു പ്രദേശത്തെ കുറച്ച് ആളുകൾക്കോ ഏതെങ്കിലും ചില പ്രദേശങ്ങളിലെ ഏതാനും ചില ആളുകൾക്കോ അല്ല, ഒരു നാട്ടിലെ ഒരു സമുദായം മുഴുവൻ അങ്ങനെ ആയി മാറുകയാണ്. അതൊരു തെറ്റല്ലാത്ത, കുറ്റമല്ലാത്ത, പാപമല്ലാത്ത നന്മയാണ് എന്ന രീതിയിൽ പഠിപ്പിക്കപ്പെടുകയാണ്. അത് വലിയ ഇസ്ലാമിക പ്രവർത്തനമായി ചിത്രീകരിക്കപ്പെടുകയാണ്. ഖബറുകൾ കെട്ടിയുയർത്തപ്പെടുന്നത് വലിയ നന്മയായി രേഖപ്പെടുത്തപ്പെടുകയാണ്. അത് പോയി അവിടെ പോയി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഖബറുകളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതും ജാറം മൂടുന്നതും അവിടുത്തെ ഏതെങ്കിലും എണ്ണയോ വെള്ളമോ തൈലമോ ഒക്കെ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ വലിയ നന്മകളായി പഠിപ്പിക്കപ്പെടുകയാണ്. പക്ഷെ രാജാതിരാജനായ റബ്ബാണ് ആരാധിക്കപ്പെടേണ്ടവൻ. അവൻ സൃഷ്ടിച്ചു, മാർഗം കാണിച്ചു തന്നു. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീ, അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, കുടിക്കാനുള്ള വെള്ളം നൽകുന്നത് അവനാണ്. കുടിക്കാനുള്ള വെള്ളം നൽകുന്നത് അവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വലിയ തോതിൽ മഴ വർഷിച്ച് കേരളത്തിൽ ഒന്നാകെ വലിയ പ്രതിസന്ധി ഉണ്ടായി. നാട് മുഴുവൻ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ആളുകൾ ദിവസങ്ങളോളം അവരുടെ വീടുകളിലോ കുടിലുകളിലോ വലിയ വലിയ ഫ്ളാറ്റുകളുടെ മേൽത്തട്ടുകളിലൊക്കെ കുടുങ്ങിയപ്പോ അവരോട് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോ അവരാദ്യമായി പറഞ്ഞ ഉത്തരം കുടിക്കാൻ വെള്ളം വേണമെന്നാണ്. നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളിൽ സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാതെ വീടിന്റെ മേൽക്കൂരയിൽ കയറി നിൽക്കുന്നവനോട് താങ്കളുടെ ആദ്യത്തെ ആവശ്യമെന്ത് എന്ന് ചോദിക്കുമ്പോ കുടിക്കാൻ വെള്ളം വേണം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാടുണ്ട്. കുടിക്കാനുള്ള വെള്ളം നൽകുന്നവൻ അത് അള്ളയാണ്, റബ്ബാണ്. കൈകൾ ഉയർത്തുമ്പോ സഹായിക്കണേ എന്ന് പറയുമ്പോ, എന്റെ കുട്ടിന്റെ രോഗം മാറ്റണേ എന്ന് പറയുമ്പോ അതാ റബ്ബിനോട് പറഞ്ഞാൽ മതി, മറ്റാരെയും വിളിക്കല്ലേ, മറ്റാരോടും പറയല്ലേ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് അതാണ്. യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, എന്റെ രോഗം സുഖപ്പെടുത്തുന്നത് എന്റെ റബ്ബാണ്, അള്ളയാണ്, അള്ളാഹുവാണ് എന്റെ രോഗം സുഖപ്പെടുത്തുന്നവൻ. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാനെ മാത്രമേ പ്രാർത്ഥിക്കൂ എന്നതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. എനിക്ക് രോഗം വന്നാൽ രോഗം ഷെഫിയാക്കി തരാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് പോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ദീനിനെ, നമ്മുടെ മതബോധത്തെ എല്ലാ തരം ചെറുതും വലുതുമായ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിലേക്ക്, കണിശമായ ഏകദൈവ വിശ്വാസത്തിലേക്ക്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവ വിശ്വാസത്തിലേക്ക്, ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് ഹജ്ജിന്റെ മാസവും ഹജ്ജും അതിന്റെ ചരിത്രത്തിന്റെ നായകനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും അവനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, നല്ല മനുഷ്യരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസീയത്ത് ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹു മാത്രമാണ് എന്നതിന്റെ കാരണങ്ങൾ എണ്ണി പറയുന്നിടത്ത് രണ്ട് കാര്യങ്ങൾ കൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീ, ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇനി ഞാൻ മരണപ്പെടും, മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഞാൻ മരിക്കുന്നതും മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും
ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് റബ്ബുൽ ആലമീനാണ്, എന്റെ റബ്ബാണ്. അതുകൊണ്ട് ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. എന്നെ മരിപ്പിക്കുന്നത് എന്റെ റബ്ബാണ്, അവിടുന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും എന്റെ റബ്ബാണ്. അതുകൊണ്ട് ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഞാൻ അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാം, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല നാളിൽ എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുന്നവൻ, പുറത്തു തരേണ്ടവൻ, പുറത്തു തരാൻ കഴിയുന്നവൻ അതെന്റെ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ കഴിയുന്നവൻ, എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുന്നവൻ അതെന്റെ റബ്ബ് മാത്രമാണ്. മരണപ്പെട്ട് പരലോകത്ത് ചെല്ലുമ്പോ വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് പുറത്തു തരണം, അള്ളാഹു നമ്മളോട് ക്ഷമിക്കണം, രാജാതിരാജനായ റബ്ബ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം. അപ്പോഴാണ് സ്വർഗാവകാശിയാകുക, അപ്പോഴാണ് നരകമോചനം ലഭിക്കുക. അതുണ്ടാകുന്നത് എന്റെ റബ്ബിൽ നിന്നാണ്. അള്ളാഹുവാണ്, നാഥനാണ്, റബ്ബാണ് അത് തീരുമാനിക്കുക. അതുകൊണ്ട് ഞാൻ ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇങ്ങനെ കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് വളരെ ലളിതമായി തന്റെ കാലഘട്ടത്തിലെ ജനതയോട്, ആ ഖൗമിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സംസാരിക്കുകയാണ്. അതേ കാര്യങ്ങളാണ്, അതേ കാരണങ്ങളാണ് തീർച്ചയായും നമ്മൾ ജീവിക്കുന്ന കാലത്തും മനുഷ്യരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി വിശ്വാസപരമായ ജീർണതകളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഇതേ മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ നമ്മൾ ഓർക്കുമ്പോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ അയവിറക്കുമ്പോ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ധൈര്യസമേതം, മടുപ്പില്ലാതെ, വളരെ ശക്തമായി, ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലാതെ കണിശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ വിശ്വാസത്തെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. നമ്മളത് വിസ്മരിച്ചു പോകാൻ പാടില്ല, നമ്മളത് മാറ്റിവെക്കാൻ പാടില്ല, മറ്റൊരിക്കലാകാം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പറയുന്നത് ആരോടാണ് എന്ന് കരുതിയിട്ട് അത് പരിഗണിച്ചിട്ട് പറയാതിരിക്കാം എന്ന് തീരുമാനിക്കാൻ പാടില്ല. ഇതെല്ലാമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ സഹോദരീ സഹോദരന്മാർക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പിരിഞ്ഞ മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ഇണകളോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മിൽ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള അനുകൂലമായ സാഹചര്യവും സന്തോഷകരമായ അവസ്ഥകളും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.